ഒരു ഗ്ലാസ് ചൂടുള്ള ചേട്ടാ. പിന്നെ അതിൽ ഇത്തിരി തേയിലയും സ്വപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തോ. പാല് വേണമെന്നില്ല. അത് ശരി. അതെ, കണ്ണി കണ്ണന് കടം കൊടുക്കാൻ എനിക്കിത് ചക്കാതിട്ടൊന്നല്ല. കൃഷ്ണ, നിനക്ക് മലയാളം അറിയില്ലേ? ഞാൻ സാക്ഷരതാ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുക. 5 രൂപ 35 പൈസ നീ എനിക്ക് തരാനുണ്ട്. അത് തരാതെ നിനക്ക് കടം തരേണ്ട പ്രശ്നമില്ല. ഇല്ലല്ലോ. ഇല്ല പറഞ്ഞേ. എന്നാ ഒരു ചായയും കൂടി തന്നിട്ട് 6 രൂപയായിട്ട് എഴുതിക്കും. ഇതാരാണെന്നറിയോ? എന്റെ മോളാ. പകലില്ലാതെ ഗ്ലാസ് കഴിയും മേശ തുടച്ചും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണ കാശേ ആർക്ക് വേണ്ടെന്നറിയോ? എന്റെ മോൾക്ക് വേണ്ടിട്ടാ. മോളെ, ആ പുള്ളി പശു മാറ്റി കെട്ടിക്കേ. ഓക്കെ. പശു പറ്റതാണോ? നീ പോടാ. പ്രായമായ പെൺപിള്ളേരെ കൊണ്ട് പശുവിന്റെ നല്ല ഒരു ജീവിയുടെയും കെട്ടഴിച്ച് പിടിക്കരുതെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഏത് ശാസ്ത്രം? ഭൂമിശാസ്ത്രം. അതിന്റെ പേരൊക്കെ ഇപ്പൊ ഓർമ്മിച്ചുകൊണ്ടിരിക്കാൻ പറ്റൂ. എടാ, ചായക്കട തുടങ്ങുന്നതിന് മുമ്പ് എന്റെ പണി എന്താണെന്ന് നിനക്കറിയോ? പൊന്നുതമ്പുരാന്റെ തൃക്കൈന്ന് വീരശങ്കർ മേടിച്ചിട്ടുള്ളവനാ ഈ ഗാമഭാസ്കരൻ നായർ. ഗാമഭാസ്കരൻ നായരുടെ മകള് പുള്ളിപ്പശുവിനെ മാത്രല്ല, വേണ്ടി വന്ന മതമിളകിയ ആനയെ വരെ മാറ്റിക്കിട്ടും. എന്റെ അച്ഛൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ടേ. അതാണ് അങ്ങേര് പറഞ്ഞെന്ന അവസാനത്തെ കഥ. നീ എന്താ കേട്ടിട്ടുള്ളത്? ചട്ടമ്പിമാരായ 6 ആങ്ങളമാരെ അടിച്ച് നിലംപരിശാക്കി ഇട്ടിട്ടാണ് ഭാസ്കര ചേട്ടൻ ഭവാനി ചേച്ചിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നതെന്ന്. അതായത് ഇപ്പൊ പുള്ളിപ്പശുവിന്റെ കെട്ടേച്ച് വിടാൻ പോയ അമ്മിണിക്കുട്ടിയുടെ അമ്മയെ ദിഗിജിയും. ഞാൻ പോട്ടെ. നീ അങ്ങനെ പോണ്ട. പഴോ കാപ്പിയോ ചായയോ പപ്പടോ ഒക്കെ കഴിച്ചിട്ട് പോയാ മതി. എന്തൊരു നെഞ്ചേര്. നിങ്ങളും നോക്ക്. ഗാമ ഭാസ്കരൻ നായർ എന്ന് പറഞ്ഞ അക്കാലത്ത് വെള്ളക്കാരായ ഗുസ്തിക്കാർ വരെ വിറയ്ക്കും. നീഗ്രോകൾ നടുങ്ങും, അറബികൾ കിടുങ്ങും. ഇതായിട്ടെ ആവശ്യത്തിന് ഇതിലുണ്ട്, കഴിച്ചോ. പഴം തലയിലുണ്ട്. തലയിലോ? മേലെ. പൊങ്കമ്മാസ് കട തുടങ്ങിയതിന്റെ സിഗ്നല. ഇപ്പൊ ഇങ്ങനെയും പൊങ്ങച്ചൻ പറയുന്നു ഒരുത്തൻ. അതങ്ങനെ അല്പന ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രിക്ക് കൊട പിടിക്കും. ഇതുപോലെ ഇന്നലത്തെ ചട്നി ഇരിപ്പുണ്ട്, കുറച്ച് ഒഴിക്കട്ടെ ഞാൻ. പുട്ടിന് ചട്നി ഒന്നും വേണ്ടേ ചേട്ടെ, ഒന്ന് പോയാട്ടെ, ഞാനൊന്ന് കഴിച്ചോട്ടെ.